എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗംഗാധരനും മാലതി ഇങ്ങനെ മാറി മാറി ഉപദേശിക്കുന്നുണ്ട് വൈജയന്തി ആവശ്യമില്ലാതെ ബാലേന്ദ്രനെ ചൊറിയാൻ പോകരുത്, അസ്വസ്ഥതകൾ വൈജയന്തിയായിട്ട് ബാലേന്ദ്രൻ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വൈജയന്തി അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. എൻ്റെ സ്ഥാനം ഇവിടെ എന്താണ്, അവൾ ബാലേന്ദ്രന് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ഒരസുഖം വന്ന ഭർത്താവിനെ നോക്കേണ്ട കടമ ഭാര്യയ്ക്കാണ്. അതിന് വേലക്കാരിയെ വെച്ച് അവളെ കൊണ്ടല്ല ചെയ്യിക്കേണ്ടത്. ഇതെല്ലാം നിർത്തിക്കാൻ എനിക്കറിയാം. അടിച്ച് കാരണം പൊട്ടിച്ച് ഒരാഴ്ചക്കകം ഞാൻ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടിരിക്കും എന്നിങ്ങനെ വൈജയന്തി ഭയങ്കര ദേഷ്യത്തോടെ പറയുക. അന്നേരവും ബാലേന്ദ്രൻ അതൊന്ന് തണുപ്പിക്കാൻ നോക്കുന്നുണ്ട്. നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകരുത്, കുറച്ച് നാളത്തേക്ക് അയാളുടെ ഇഷ്ടത്തിന് വിടുക, അയാൾ ഒരു രോഗിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും വൈജയന്തിയുടെ തലയിൽ കയറുന്നില്ല. അന്നേരമാണ് അവിടെ ഒരു കോളിംഗ് ബെല്ലടിക്കുന്നത്. അത് കേൾക്കുന്നത് ദേഷ്യമാണ് വൈജയന്തി പറയുന്നുണ്ട്, കണ്ടോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അതേ പിടിച്ചങ്ങ് ഞെക്കും, അവൾ കയറി ചെല്ലും, ഒരു ദിവസം ഒരു 100 തവണ അങ്ങോട്ട് കയറി ചെല്ലും, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ, ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കും. നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അതൊരു നല്ല കാര്യമല്ലേ, ബാലേന്ദ്രൻ അവിടെ തന്നെയല്ലേ, അപ്പം ബെല്ലടിക്കാൻ ഒരു സംവിധാനം ഉള്ളത് നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ, ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യൻറ്റ് തന്നെ ഒരു റൂമിൽ അപ്സ്റ്റെയറിൽ താമസിക്കുക, അതിന് നോക്കാനായിട്ട് വേറൊരാൾ കയറി ചെല്ലുക, മക്കളോ ഭാര്യയോ ആരും അങ്ങോട്ട് ചെല്ലരുത്, വേലക്കാരി മാത്രമേ ചെല്ലാവുള്ളൂ, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ച് അവിടെ കിടന്ന് മെറിഞ്ഞു തുള്ളുന്നുണ്ട് കേട്ടോ. ഈ സമയം ബെല്ലടിച്ചപ്പോഴത്തേക്കും അലീന അങ്ങോട്ട് വരും. എന്നിട്ട് സാറ് ബെല്ലടിച്ചത് ചെല്ലാനാണ് എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയും, നീ അങ്ങോട്ട് ചെന്നിട്ട് വാന്ന്. അന്നേരം അലീന കയറി ചെന്നിട്ട് ഒരു കപ്പ് സോസറുമായിട്ട് ഇറങ്ങി വന്നെ. അന്നേക്കും വൈജയന്തി ഒരു കപ്പ് സോസർ എടുക്കാനാണ് വിളിച്ചത്, ഓരോരോ കാരണങ്ങൾ ഇതൊന്നും എനിക്ക് മനസ്സിലാകിയല്ലെന്നാ ഇവരുടെ വിചാരം എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ടും ബാലേന്ദ്രനോട് ഗംഗാധരനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് എനിക്ക് എന്താ സ്ഥാനം, ഞാനങ്ങനെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല ഇവിടെ, എനിക്ക് എൻ്റെ സ്ഥാനം എന്താണ് എന്ന് എനിക്കൊന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചെതറി നിൽക്കുമ്പോഴാണ് അടുത്ത വെല്ല് തന്നെ. അത് കേൾക്കുന്നതേ ദേഷ്യം വൈജയന്തിക്ക്. ഇത് കണ്ടോ, ഇതൊന്നും ഞാനിവിടെ അനുവദിച്ചു കൊടുക്കില്ല, ഇപ്പം അവിടെ ചെന്നിട്ട് വന്നല്ലേ ഉള്ളൂ, പിന്നെയും ബെല്ലടിക്കുന്നു കണ്ടോ, ഇതാ എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയും, എന്തെങ്കിലും കാര്യം കാണും, നീ അതിന് ബഹളം വെക്കേണ്ട കാര്യമില്ല, നീ അത് പ്രശ്നമാക്കരുത് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പ്രശ്നമാക്കും ഗംഗേട്ട എന്ന് പറഞ്ഞ് സ്റ്റെയറിലേക്ക് കയറി പോകാൻ തുടങ്ങുക. അന്നേരവും ഗംഗാധരൻ പറയുന്നുണ്ട്, നീ അങ്ങോട്ട് കയറി ചെല്ലരുത്, ബാലേന്ദ്രന് ഇഷ്ടം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പം ഞാൻ ഉണ്ടാക്കും, ഇനി ഇത് ഇവിടെ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞാണ് മുകളിലേക്ക് കയറി പോകുന്നത് വൈജയന്തി. ഗംഗാധരനും മാലതിക്കും ഒരു പരിധി വിട്ട് എങ്ങനെയാണ് പറയുന്നത്, അവരിങ്ങനെ ഭയങ്കര നിസ്സഹായരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് വൈജയന്തി ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. ബാലേന്ദ്രൻ ഭയങ്കര സമാധാനത്തോടെ കൂളായിട്ട് അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ കയറി ചെല്ലേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഏതായാലും കയറി ചെന്നിട്ട് എന്താ ആവശ്യമെന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയും, ഞാൻ അലീനയാണ് വിളിച്ചത് എന്ന്. അന്നേരം പറയും, ഒരാവശ്യത്തിനാണല്ലോ അവളെ വിളിച്ചത്, ആ ആവശ്യം എന്താണ് എന്നാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഞാനത് അവളോട് പറഞ്ഞു, നീ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളും അവളുടെ സഹായം കൊണ്ടാണോ നിങ്ങൾ ജീവിച്ചത്, അവളാണോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഏതായാലും നീ അല്ല എന്ന്. അന്നേരം വൈജയന്തി ചോദിക്കും, എൻ്റെ സ്ഥാനം എന്താ ഇവിടെ, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇനി ഞാൻ ഇവിടുന്ന് പോകണോ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നീ ആരാണെന്നും അലീന ആരാണെന്നും അതിനിടയ്ക്ക് എൻ്റെ സ്ഥാനം എന്താണ് എന്നും ഒക്കെ എനിക്കറിയാം. ഏതായാലും നീ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ചോദിച്ചുകൊണ്ട് വരണ്ട, ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട ആൾ ഞാനാണ്, ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നീ അങ്ങ് പറഞ്ഞാൽ മാത്രം മതി, ഇപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയും. അന്നേരം വൈജയന്തി പറയും, ഇല്ല ഞാൻ ഇറങ്ങി പോകുകയില്ല, ഈ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഒക്കെ കാരണം അറിഞ്ഞിട്ടേ ഞാൻ ഈ റൂമിൽ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുവാണ്. ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ ആ ബെല്ലയിൽ അങ്ങ് ഞെക്കി പിടിച്ചേക്കുക. അന്നേരം നിങ്ങൾ അടിച്ച് എല്ലാവരും വിളിക്കുക, നാട്ടുകാരെയും കൂടെ വിളിക്കുക, എന്നാലും ഞാൻ ഇറങ്ങി പോകുകയില്ല എന്ന് പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ ഈ ബെല്ലയിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചേക്കുവാണല്ലോ. അന്നേരം അലീന ഇറങ്ങി വരും. എന്നിട്ട് ഗംഗാധരനോടും മാലതിയോടുമായിട്ട് പറയുന്നുണ്ട്, ബെല്ലടിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നീ അങ്ങോട്ട് കയറി ചെല്ലുക, വൈജയന്തി റൂമിലോട്ട് പോയിട്ടുണ്ട്, നീ ഇവിടെ ചെല്ലുക എന്ന് പറയും. അലീന കയറി പകുതി ചെല്ലുന്നേക്ക് റൂമിൽ നിന്നുള്ള ബഹളം കേൾക്കാട്ടോ. അതുകൊണ്ട് അലീന ഓടി റൂമിലേക്ക് ചെല്ലുവാണ്. അന്നേരം ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ റൂമിൽ നിന്ന് നിന്നോട് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്, ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഇറങ്ങിപ്പോകുകയല്ല, നിങ്ങളുടെ സൂക്കേട് എന്താണെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് വൈജയന്തി. ബാലേന്ദ്രൻ അവിടെ ടേബിളിൽ കിടന്ന സകല സാധനം എടുത്ത് എറിയും കേട്ടോ വൈജയന്തിയുടെ നേരെ. അന്നേക്കും അലീന കയറി വന്നിട്ട്, ഇത് എന്താ സാർ, ഇതെന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഇവളോട് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ എന്ന് പറയും. അലീനയ്ക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അലീന വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇത് എന്താ മേഡം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നങ്ങനെ ഈ സാധനങ്ങളെല്ലാം എടുത്തെറിയുന്ന ശബ്ദം കേട്ട് മക്കളെല്ലാവരും കൃഷ്ണയും ബബിതിയും അതുപോലെ രോഹിത്തും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരവും വിറച്ച് നിൽക്കുവാണ് ബാലേന്ദ്രൻ. ഇവളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയും. എന്നിട്ട് ചാടി എഴുന്നേൽക്കുവാണ് ബാലേന്ദ്രൻ. അങ്ങനെയൊന്നും എഴുന്നേക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ
വീട്ടിലല്ലല്ലോ ഇപ്പം. അതുകൊണ്ട് തന്നെ കൃഷ്ണമോൾ ഓടി വന്നിട്ട് ഇതെന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അങ്ങനെയൊന്നും അച്ഛൻ ടെൻഷൻ ആകില്ലേ, ഇവിടെ ഇരിക്കുക, ഇങ്ങനെ വെച്ച് സംസാരിക്കില്ലേ എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നുണ്ട്. അന്നേരവും വൈജയന്തി ഇങ്ങനെ ദേഷ്യത്തോടെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. അദ്ദേഹം ബബിത അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകിയല്ലേ, ഡോക്ടർ പറഞ്ഞു, മനുവേട്ടൻ പറഞ്ഞു, ഗംഗാധരൻ അങ്കിള് പറഞ്ഞു, അങ്ങനെ എല്ലാവരും അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അച്ഛനെ ശല്യം ചെയ്യാൻ പോകരുതെന്ന്. എന്നിട്ടും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത എന്താ എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് വലിക്കും, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നിട്ട് ഉന്തിത്തള്ളി റൂമിൻ്റെ പുറത്താക്കും. അന്തേക്കും വൈജയന്തി ഇങ്ങനെ വിറച്ച് നിൽക്കുവാണ്, ദേഷ്യം വന്നിട്ട് അതെവിടെയെങ്കിലും ഒന്ന് ചൊരിയണമല്ലോ. അന്നേരം അലീനയും ആകെ സങ്കടപ്പെട്ട് നിൽക്കും. അതെന്താ ചെയ്യുന്നത്, അങ്ങോട്ടും മേല ഇങ്ങോട്ടും മേലാത്ത രീതിയിൽ അലീനയും നിൽക്കുന്നു. അന്തേക്കും വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിന്നിട്ട് ഇവിടെ വാടി എന്ന് പറയും. അലീന അടുത്തോട്ട് ചെല്ലുന്നതെങ്കിൽ കുറച്ച് നേരം മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിന്നിട്ട് കരണം തീർത്തൊരെണ്ണം കൊടുക്കും. എന്നിട്ട് പറയുവാണ്, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ വൈജയന്തി ആകിയല്ലാന്ന്. അന്തേക്കും ബാലേന്ദ്രൻ ചാടി അവിടുന്ന് എഴുന്നേക്കാൻ തുടങ്ങുന്നതേക്കും കൃഷ്ണമോൾ പിടിച്ചിരുത്തും. അച്ഛ അങ്ങനെ ചെയ്യില്ല അച്ഛ എന്നിങ്ങനെ പറയുവാണ്. അലീന ആ അടി കൊണ്ട കവളും പിടിച്ചിങ്ങനെ അനങ്ങാതെ നിൽക്കുവാണ്. സങ്കടം വരുന്നുണ്ട്, കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ വരുവാണ്. അന്നേരം ബബിതയും രോഹിത്തൊക്കെ അവിടെ നിൽപ്പുണ്ടല്ലോ. രോഹിത്തിന് ഏതായാലും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൻ്റെ മുഖത്ത് ഒരു പുച്ഛ ഭാവത്തിലുള്ള ചിരി അലീനയെ നോക്കി, നിനക്കിട്ടത് കിട്ടിയില്ലേടി എന്നുള്ളൊരു ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് അവൻ അലീനയെ നോക്കുന്നുണ്ട്. അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അന്തേയും ഈ താഴെ ഗംഗാധരൻ്റെ മാലതി മേലോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ എങ്ങനെ പെരുമാറുമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് വിഷമിച്ച് എന്താ മോളിൽ നടക്കുന്നത് എന്നോർത്ത് ആ സ്റ്റെയറിൻ്റെ പകുതി വരെ വന്ന് നിൽപ്പുണ്ട് മാലതി. ഏതായാലും അലീനയുടെ ആ നിപ്പ് കാണുന്നേക്കും ഗംഗാധരൻ ആകെ സങ്കടമാവും. ഗംഗാധരൻ മോളെ നീങ്ങുവാ എന്ന് പറഞ്ഞ് വിളിക്കും, ഇങ്ങോട്ട് അടുത്ത് വാ എന്ന് പറയും. അങ്ങനെ അലീന അടുത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട കേട്ടോ, ആ അടിച്ച അടി മോൾക്കല്ല അവൾ തന്നത്, എനിക്കാണ്, സാരമില്ല, ഈ അച്ഛന് വേണ്ടിയല്ലേ മോള് വിഷമിക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീനയ്ക്ക് ആകെ സങ്കടമാകും. അലീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. ഈ സമയം വൈജയന്തി താഴോട്ട് ഇറങ്ങി പോകുന്നായിരുന്നു കേട്ടോ. വൈജയന്തി ഇറങ്ങി വരുമ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ ബഹളം നടന്നത്, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ഏതായാലും ബാലേന്ദ്രനും ആകെ വിഷമമായി. അലീനയ്ക്കിട്ട് തല്ലി കിട്ടിയത് ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. എന്തെങ്കിലും റൂമിലെല്ലാം നിരന്ന് കിടക്കുമല്ലേ. എന്നിട്ട് കൃഷ്ണമോൾ പറയും, ഇതൊക്കെ ഞാൻ അടുക്കി വയ്ക്കാം, അച്ഛൻ ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ പയ്യെ അങ്ങ് പിടിച്ച് കിടത്തുവാണ്. ബാലേന്ദ്രൻ്റെ ദേഷ്യം വന്നിട്ട് മുഖമൊക്കെ അങ്ങ് മുറുകി അങ്ങ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. ഏതായാലും വൈജയന്തി ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഗംഗാധരനും മാലതിയും കൂടെ ബബിത ഇറങ്ങി വരുമ്പോൾ അവളോട് ചോദിക്കും, എന്താ പ്രശ്നമെന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട്, അച്ഛന് അമ്മ റൂമിൽ കയറുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മ ഇറക്കി വിട്ടു, അതിൻ്റെ കലിക്ക് അമ്മ അലീനയുടെ കാരണം തീർത്തൊരെണ്ണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അന്നേരം അവർക്കും ആകെ വിഷമമായി. പുറകെ അലീന ഇറങ്ങി വരുന്നത്. അലീന ഇറങ്ങി വരുമ്പോൾ ഗംഗാധരൻ ചോദിക്കും, അവൾ എന്തിനാ നിന്നെ തല്ലിയതെന്ന് ചോദിക്കും. അലീന ഒന്നും മിണ്ടിയല്ല, സങ്കടപ്പെട്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോയിട്ടും ഇങ്ങനെ വിഷമിച്ച് അടുക്കള ഭാഗത്ത് ഇങ്ങനെ വിഷമിച്ച് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിൽക്കുക കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. പുറകെ കൃഷ്ണമോളെ ഇറങ്ങി വന്നെ. അന്നേരം കൃഷ്ണമോളോട് ചോദിക്കും, എന്താ മോളെ മുകളിൽ എന്താ നടന്നത് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ മുറി കയറുന്നത് അമ്മ അച്ഛൻ്റെ മുറി കയറുന്നത് അച്ഛന് ഇഷ്ടമല്ല, അത് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിന് അമ്മ അലീന ചേച്ചിയുടെ കാരണത്തിൻ്റെ അടിച്ചു എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അലീനയും വൈജയന്തിയും തമ്മിൽ എന്തെങ്കിലും സംസാരം നടന്നായിരുന്നു എന്ന്. അന്നേരം ഇല്ല, അമ്മയുടെ ദേഷ്യം തീർത്താണ് അലീന ചേച്ചിയുടെ അടുത്ത് എന്ന് കൃഷ്ണമോൾ പറയുമ്പോഴേക്കും ഗംഗാധരൻ അങ്ങ് ദേഷ്യം വരും. ഗംഗാധരൻ നേരെ വൈജയന്തിയുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വൈജയന്തി ഇപ്പോൾ അവിടെ നടന്നത്, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞാണോ അങ്ങോട്ട് കയറി പോകരുതെന്ന്, എന്നിട്ട് നീ എന്തിനാ പോയതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പോകും, ഈ വീട്ടിൽ ഇത് ഞാൻ അനുവദിച്ചു കൊടുക്കുകയില്ല, എൻ്റെ സ്ഥാനം എന്താണ് എന്ന് അറിയണം, അങ്ങനെ വേലക്കാരി ഇവിടെ വലിയ ആളാകണ്ട എന്നിങ്ങനെ പറയുക. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, നീ എനിക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകിയല്ലേ, ബാലേന്ദ്രൻ ഒരു രോഗിയാണ്, ഈ അവസ്ഥയിൽ അയാളെ വെറുതെ വിടുക, അയാൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ, നീ അതിൻ്റെ അകത്ത് കയറി ഇടപെടാൻ നിൽക്കരുത് എന്ന് പറയുമ്പോൾ, ഇത് എൻ്റെ വീടാണ്, ആ വീട്ടിൽ ഏതൊക്കെ റൂമിൽ കയറണ്ട എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അതിന് ഉപദേശമായിട്ട് ഗംഗേട്ടൻ വരണ്ട എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഗംഗാധരന് ദേഷ്യം വരുന്നുണ്ട്. അന്നേരവും ഗംഗാധരൻ ഒന്നുകൂടി ഒന്ന് കൂളായിട്ട് പിന്നെയും പറയുവാണ്, നീ കാര്യങ്ങൾ മനസ്സിലാക്കണം, അയാളുടെ മനസ്സിൻ്റെ പിടിവിട്ട് പോയിരിക്കുന്ന സമയമാണ്, ആ സമയത്ത് നീ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഗംഗാധരൻ പറയുന്നുണ്ട്. അന്നേരവും വൈജയന്തി പറയുന്നുണ്ട്, അതെ, ഈ കാര്യം ഇവിടെ നടക്കുകയില്ല, ഈ പ്രായം എത്തുമ്പോൾ ചില തൈക്കളവന്മാർക്ക് ഇതുപോലുള്ള സൂക്കേടൊക്കെ ഉണ്ടാകും, അത് ഞാൻ അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് അലീനയെ സംശയം ഉണ്ടോ? അന്നേരം വൈജയന്തി പറയുവാണ്, പുളുങ്കമ്പ് കണ്ടാൽ ഇതുപോലുള്ള പെണ്ണുങ്ങൾ കയറി പിടിക്കും, അതെനിക്ക് അറിയാം എന്ന് പറയുമ്പോൾ, നിനക്ക് ബാലേന്ദ്രനെ സംശയമാണോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, ആ കാര്യം ഞാൻ ഈ വീട്ടിൽ അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയും, വൈജയന്തി ഞാൻ പറയുന്ന കേക്ക്, ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നീ അവരെ വെറുതെ വിട്, ഇതെല്ലാം കഴിഞ്ഞ് ബാലേന്ദ്രൻ റിക്കവറായിട്ട് വരട്ടെ, ആ സമയം വരെ നീ അവരോട് വഴക്കിന് ചെല്ലരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ്,
ബാലേന്ദ്രൻ്റെ ടെൻഷൻ മാത്രമാണോ നിങ്ങൾക്കൊക്കെ പ്രധാനം? എനിക്കും അതുപോലെ ടെൻഷനുണ്ട്, എനിക്കും ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുമ്പം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അതിന് നീ ഒരു രോഗിയാണോ, നീ മരുന്ന് കഴിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിനക്കില്ലല്ലോ, പിന്നെ എന്താ കാര്യമെന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും വളരെ മയത്തിലാണ് പറയുന്നത്, നീ ഒന്ന് അടങ്ങ്, നീ ഈ ഒരു പ്രശ്നത്തെ കുറച്ച് നാൾ വെറുതെ വിട്, ഇതെല്ലാം സോൾവ് ആകും, അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം നഷ്ടങ്ങൾ നിനക്ക് മാത്രമായിരിക്കും എന്നൊക്കെ പറയുക. ഇതൊന്നും വൈജയന്തിയുടെ തലയിലോട്ട് കയറുന്നില്ല. കാരണം ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ മേലാതെ നിൽക്കുവാണ് വൈജയന്തി. അതുകൊണ്ട് തന്നെ അതേ ദേഷ്യത്തോടെ ഗംഗാധരനോട് ചോദിക്കുവാണ്, എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ എനിക്ക് കയറാൻ അവകാശമില്ല. ആ റൂമിലേക്ക് വേലക്കാരിയെ പറഞ്ഞു വിട്ടിട്ട് അവരൊരു കുടുംബം ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് മാറി നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. അതിനെ ഒത്താശ ചെയ്തു കൊടുക്കാൻ ഗംഗേട്ടന് നാണമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്നേക്കും ഗംഗാധരൻ്റെ പിടിവിട്ടുവും ഗംഗാധരൻ ഒരെണ്ണം കരണം തീർത്ത് വൈജയന്തിക്കും കൊടുക്കും. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ ഗംഗാധരൻ പറയുന്നുണ്ട്, നീ അടങ്ങി ഒതുങ്ങി നിന്നോണം, നിൻ്റെ ആഗ്രഹകഥകളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നിന്നെ ഈ മീനച്ചിലാറ്റി കൊണ്ട് തള്ളുമെന്ന് പറയുന്നുണ്ട്. അന്തേക്കും മക്കളെല്ലാം അവിടെ നിരന്നിക്കോട്ടോ, ഇവരെല്ലാം ഇത് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയോട് സംസാരിക്കുന്നുണ്ട്. അന്ന് അലീനയോട് ഇവർ പറയുവാണ്, വൈജയന്തിനെയും ഗംഗാധരനെയും മൂത്ത മകളായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അലീനയോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുട്ടികളെല്ലാം അവിടെ നിൽപ്പുണ്ടല്ലോ, അവർ പറയുവാണ്, അമ്മ പറയുന്നത് നേരല്ലേ, ബബിതയായിട്ട് പറയുന്നത്, അമ്മ പറയുന്നത് നേരല്ലേ, അവൾ വന്നേ പിന്നെയല്ലേ ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രൊമോ ആയിട്ടോട്ടോ കാണിച്ചത്. അതുപോലെ ഗംഗാധരൻ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ ഒരു റിവോൾവറുമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പിടി വിട്ട് നിൽക്കുവാണ്, പൊട്ടിയ ഒരു ഹൃദയമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്, എന്നെ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളതിനെയല്ല ഞാൻ കൊന്നു തള്ളുമെന്ന് പറഞ്ഞ് ഭയങ്കര കലിപ്പിൽ നിൽക്കുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട്. അത് പ്രൊമോ ആയിട്ട് കാണിച്ചതാണ്. ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.